എന്താ ദിയമോളെ ഇത്? നിന്റെ വന്ദനാമയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഈ നേരത്താണോ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ? അത് ശരിയാണല്ലോ അങ്കിളെ. ഈ വന്ദനമ്മ എന്താ സന്യസിക്കാൻ പോവാണോ? മോളെ, വന്ദനാമ്മ അങ്കിളിനോട് അധികം മിണ്ടുന്നില്ല. മോളെ, വന്ദനാമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് മോള് സൂത്രത്തിൽ നിന്ന് ചോദിക്കൂ. അങ്കിള് അങ്ങോട്ട് മാറി നിൽക്കാം. മോള് ചെല്ല്. വന്ദനമ്മ ദിയമോളെ കണ്ടില്ലേ? വന്ദനമ്മയ്ക്ക് എന്തു പറ്റി? ദിയമോളോട് പിണക്കാണോ? വന്ദനമ്മ എന്തിനാ ദൈവത്തിന് തൊഴുന്ന? ദൈവത്തിന് തൊഴാനൊക്കെ ഒരു സമയമുണ്ടെന്ന് സൂസി മിസ് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ കയറി തലയിടാൻ നിൽക്കണ്ട. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തായി മോളെ? ഒന്നും പറയുന്നില്ല. മോനെ, മിനുവിങ്ങി വന്നേ. മോനിത് എവിടെയാ പോകുന്നത്? അകത്തൊരാള് കുറെ നേരം കൊണ്ട് മോനെ തിരക്കുവാ. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ആ എവിടുന്നായി കാശ്? ജോലിക്ക് പോയെന്നോ? എവിടെ? നിന്നോട് ആരാ ജോലിക്ക് പോകാൻ പറഞ്ഞത്? അച്ഛന് മനസ്സിലായില്ലേ? അച്ഛമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ പണം വേണ്ടേ? ഡേറ്റ് പോലും ഓർത്തു വെച്ചിരിക്കുക. അച്ഛാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾ എടുത്തു വളർത്തിയത് വിനുവേട്ടനെയാണോ അതോ എന്റെ പ്രകാശേട്ടനെയാണോ? നീ പുണ്യമെന്ന് കേട്ടിട്ടുണ്ടോ? ഈ നിൽക്കുന്ന എന്റെ ചന്ദ്രുവിന്റെ വയറ്റിൽ പിറക്കാതെ പോയവനാ ഞങ്ങളുടെ പുണ്യം.
അങ്ങനെ പറയാനായി എനിക്കൊരു വീടില്ല അമ്മ. സ്വന്തക്കാരെന്ന് പറയാനും ആരുമില്ല. ആകെ ഉണ്ടായിരുന്നത് അമ്മയാ. കുറച്ചുനാള് മുന്നേ അമ്മയും മരിച്ചുപോയി. ഇപ്പോ ജഗദമ്മയുടെ ആശ്രയത്തിലും അവരുടെ തണലിലോ ഞാൻ കഴിയുന്നത്. അപ്പോ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല? അങ്ങനെയില്ല, അങ്ങനെ ഒരു മോഹവും ഇല്ല. ആർക്കും ഒരു ശല്യാവാതെ ഒറ്റത്തടിയെ കഴിയണമെന്നാ എന്റെ ആഗ്രഹം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. തലയിൽ വരച്ചിട്ടുള്ളതേ നടക്കൂ. ആ, അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ളതൊക്കെ അനുഭവിക്കുകയും വേണം. 5 മക്കളെ പ്രസവിച്ച ഒരമ്മയെ ഞാൻ. എന്നിട്ടും അവസാന കാലത്ത് ഒറ്റത്തടിയായിട്ട് പോകുന്നത് കണ്ടില്ലേ ജീവിതം. ഒരേ ഒരു ആശ്രയമായിരുന്ന ഭർത്താവിനെ പോലും മക്കൾ അകറ്റിക്കളഞ്ഞു മോളെ.